അത്ര മോശം സമയത്തും നല്ലവർക്കും നീ കഷ്ടപ്പെട്ടതിനെ കുറിച്ച് എന്നോട് പറയേണ്ട ആവശ്യമില്ല. അപ്പന് വേണ്ടി ഞാനും ഇഷ്ടം പോലെ പറഞ്ഞിട്ടുള്ളതാണ്. അതല്ലട കേസാ ഞാനും പറഞ്ഞു. ഇവിടെ അപ്പന്റെ ആഗ്രഹപ്രകാരം ഒരു പടക്കം പൊട്ടിച്ച് ആഘോഷം എന്ന് പറഞ്ഞ നാട്ടുകാർ ഇപ്പൊ അപ്പൻ ചത്ത് വിലക്കും കൊണ്ട് നിൽക്കുമ്പോ നമ്മൾ വീതം വയ്ക്കാൻ പോയെന്ന് പറയും, നമ്മളപ്പനെ തലിക്കുന്നു എന്ന് പറയും സ്വത്തിന് വേണ്ടി. ഇത് ബാബുരാജ് ഇതിങ്ങനെ ലൈറ്റ് ആയിട്ട് പറഞ്ഞ വിനീതൻ എങ്ങനെ സാധിക്കുന്നത്? അല്ല, ഇത് ഞാൻ ഇപ്പൊ പണ്ട് തൊട്ടേ ചെയ്യുന്നതാണ്, അങ്ങനെ ആയി മാറിയതായിരിക്കാം. അതുപോലെ മഹേഷിന് മറ്റൊരു ഭാഗ്യവും കൂടെ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ മൺമറഞ്ഞു പോയ കലാകാരൻ അനിൽ നെടുമങ്ങാട്, അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ലാസ്റ്റ് അദ്ദേഹത്തിന്റെ പുറത്തിറങ്ങിയ സിനിമ കോൾ കേസ് ആയിരുന്നു. അതിന് വേണ്ടിയിട്ട് ശബ്ദം കൊടുക്കാനും പറ്റി അല്ലേ? വലിയൊരു ഭാഗ്യമായിട്ട് അനിലേട്ടൻ ഇപ്പൊ ഉണ്ടെങ്കിൽ അനിലേട്ടൻ എങ്ങനെ സംസാരിക്കും എന്നുള്ളത് നമ്മൾ മഹേഷിലൂടെ കേൾക്കും. അനിലേട്ടാ, OTT റിലീസുകളിൽ കുറേ നല്ല സിനിമകൾ വന്നിരിക്കുന്നു. അതിലെല്ലാത്തിലും പ്രധാനപ്പെട്ട ഭാഗമാകാൻ അനിലേട്ടന് സാധിച്ചു. എങ്ങനെ, ഭയങ്കര ഹാപ്പിയാണോ? ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇപ്പൊ എല്ലാവരും എല്ലാ സിനിമകളും OTT പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ചെയ്യുന്നത്. അതിലൊരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ നമ്മുടെ അയ്യപ്പനും കോശി എന്ന സിനിമയ്ക്ക് ശേഷം പൃഥ്വിരാജായിട്ട് ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രം എന്ന് തോന്നുന്നു ഈ പടം. എന്തായാലും നല്ലൊരു ചെറിയ റോളായിരുന്നുവെങ്കിലും പൃഥ്വിരാജിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷമാണ്. ഇതിനു മുമ്പ് ഞാൻ ഈ ഇന്റർവ്യൂവിൽ വന്നിട്ടുണ്ട്. ഭയങ്കര കൗതുകം തോന്നിയിരുന്നു അതെ, ഞങ്ങളുടെ ഇന്റർവ്യൂവിന്റെ പേരും കൗതുകം ലേശം കൂടുതലായിരുന്നു. ബിഗ് ബോസ് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം രമ്യ പണിക്കരെ. രമ്യ പണിക്കരാണ് മഹേഷ് ചെയ്യുന്ന ഒരേ ഒരു ഫീമെയിൽ വോയിസ്. അപ്പൊ പിന്നെ നമ്മൾ എന്തായാലും ട്രൈ ചെയ്യണമല്ലോ. മണിക്കൂട്ടൻ ചേട്ടൻ എന്നോട് സംസാരിച്ചതാണ്. അപ്പൊ നോബി ചേട്ടൻ എന്നോട് പല കാര്യങ്ങളും സംസാരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. ഫിറോസ് എന്നോട് പറഞ്ഞു എന്നോട് സംസാരിക്കാൻ അറബാണെന്ന്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. ഇത് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇവരുടെ എന്താ പറയാ പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ ഇവർ സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ ഭയങ്കര കേട്ടോണ്ടിരിക്കോ? ഞാൻ ബിഗ് ബോസ് ഫസ്റ്റ് എപ്പിസോഡ് തന്നെ തൊട്ട് കാണുകയാണ്. ഓരോരുത്തർക്കും ഓരോ സംസാര ശൈലി ഉണ്ടല്ലോ. വിനീതേട്ടനാണ് ചിലപ്പോൾ വിനയത്തോടെയാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ ഇതാണ്. പിണറായി സാറിന്റെ വേറെ ശൈലി. ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്. അപ്പൊ ഓരോരുത്തർ ആ ശൈലി വെച്ചാണ്. ഇപ്പൊ വിനു പോപ്പു ചേട്ടന്റെ ഒരു അടഞ്ഞ ശബ്ദമാണ്. ആ ഒരു ടൈപ്പ് ശബ്ദമുള്ള ഒരുപാട് പേരുണ്ട്. സിദ്ദിഖ് സാറുണ്ട്, സച്ചിൻ ടെണ്ടുൽക്കർ ഉണ്ട്, അജു വർഗീസ്, അങ്ങനത്തെ ഒരു കാറ്റഗറി ഉണ്ട്. അപ്പൊ ഒറ്റ പിടിച്ച ആ ലൈൻ മുഴുവൻ പോരും അല്ലേ? അതല്ല, ആ ഒരു രീതിയിലാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ജിനി ജോസഫ് ചേട്ടൻ അൻവറെ ആനിതൊന്നും അടിക്ക് വേറെ മനുഷ്യന്റെ തല ഉണ്ടാക്കാനായിട്ട്.